ഈ കുട്ടി എന്റെ എനിക്ക് ചേരുന്നു വിമലെ. ഓടുത്ത് നോക്കട്ടെ. ഓ ഇത് വർഷ 24 വയസ്സ്, ടീച്ചറാവാൻ പഠിക്കുന്നു. ഒറ്റ മോള്, നല്ല കുടുംബം. വർഷ, വിനീത്, വി വി. എന്തെന്നുണ്ടായിട്ട് എന്താ വേണ്ടി വിമല? എന്റെ മോൻ ഇഷ്ടപ്പെടണ്ടേ? ഇവനെന്നാമോ ഇങ്ങനെ സിനിമാ പ്രാന്ത് പിടിച്ച പിള്ളമാർ ഇങ്ങനെ പോവാ. അതാ വരുന്നു പറഞ്ഞു. ആ സുധി, രണ്ടാളും കൂടെ പരിപാടി പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടാവില്ലേ ചേച്ചി? ഓ കളിയാക്കൊന്നും വേണ്ട, നിനക്കും വേണമെങ്കിൽ നോക്കിയെടുത്തോടാ. വിമലേച്ചി എല്ലാം സെറ്റാക്കി തരാം. എന്നെ കണ്ട കല്യാണം കഴിക്കാനുള്ള പ്രായം തോന്നുന്നുണ്ടാവില്ലേ ചേച്ചി? പിന്നെ എനിക്കായെങ്കിൽ പിന്നെ നിനക്കായില്ലടാ. നിനക്കൊരു അനിയനില്ലടാ. ഓന് കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവൂലേ? ഓനൊരു കുളത്തുണ്ട് എന്നാ കേക്കുന്നു. ഓന് കെട്ടണം, ഓൻ കെട്ടിക്കോട്ടെ. അതിനിപ്പോ ഞാൻ കെട്ടണമെന്നില്ലല്ലോ. നിനക്കിന്ന് കളക്ഷന് വേണ്ടടാ. പോണോ ഉച്ചക്കാം? ആ സാറേ, ഞാൻ മെയിൽ ചെക്ക് ചെയ്യാം. ഓ സാറേ, പിന്നെ ഇൻക്രിമെന്റിന്റെ കാര്യം. ഹലോ ഹലോ, എന്നാടാ സീനാന്നാ? പുല്ലെല്ലാം ഇട്ടെറിഞ്ഞ് പോവാൻ തോന്നുന്നു. പിന്നെ EMI മറ്റേ മറിച്ചെന്നല്ലോ ഓർക്കുമ്പോ. ആ ബാബുജി. സ്വാമിയേ ശരണമയ്യപ്പ. പണിയെടുത്ത് പരിപ്പിളകിരുന്നെങ്കിൽ പാണ്ടികളെ പരിപ്പ് ചോറുന്നത് റെഡി ആയിക്കോ. എന്ത് മനസ്സിലായില്ല? എടാ കോയമ്പത്തൂർ ഷൂട്ട് പറഞ്ഞിട്ടില്ലേ? ആ അതിലൊക്കായി. അതെയാ, സെറ്റ്. എടാ 5-നും 10-നും നക്കാപ്പിച്ച പരിപാടി നമ്മൾ നിർത്തി. ഇത് വർക്കിലൊക്കായി, പകുതി പൈസ അഡ്വാൻസ് കിട്ടി. ഈടെയാണെങ്കിൽ ഷൂട്ടും കഴിഞ്ഞ് എഡിറ്റും ചെയ്ത് ഔട്ട് കൊടുത്താലും ഓരോ നായിന്റെ മക്കൾ സ്വാമി ശരണം പോയി. എടാ ഫീൽഡ് അങ്ങോട്ട് മാറാൻ പറ. നിങ്ങള് ഷൂട്ടിലാ? ആ അപ്പൊ പറഞ്ഞു വന്നത് അടുത്ത മാസം ഫസ്റ്റ് വീക്കാന്ന് ഷൂട്ട്. അപ്പൊ നീ വേറെ നേക്കാൻ നിൽക്കണ്ട. ഓ ആയിക്കോട്ടെ. ഈറ്റിങ്ങളെന്ന ഈ കാണിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടാ. ഞാൻ ചിലപ്പോ ഇത്ര കൊണ്ട് കൂട്ടിട്ട് കത്തിക്കും. സ്വാമി ശരണം. ബാബുജിയാണ്. ഏ മോനെ, ഒന്നപ്പുറത്തേക്ക് വരുവാ. എന്തിനാ? അത് വിമല വന്നിട്ടുണ്ട്. ഓ ഫോട്ടോസ് നോക്കാനായിരിക്കും. വേം പോവാടാ. ഞാൻ അല്ലെങ്കിൽ പ്രാന്ത് പിടിച്ചേക്കും അമ്മേ. അമ്മ പോയേ. അതല്ലടാ, 1-2 നല്ല ഫോട്ടോസ് ഉണ്ട്, നീ ഒന്ന് വന്നിട്ട് നോക്ക്. ഈ ഫോട്ടോസ് നോക്കിട്ട് കല്യാണം കഴിക്കല്? ഇഷ്ടപ്പെട്ടാ പിന്നെ ആലോചിക്കാലാ. അമ്മ ഇപ്പൊ പോയിട്ടില്ല, ഞാൻ ആ വിമലേച്ചിനോട് ഒന്ന് വിളിച്ചു പറയും. എന്റെ സുധി, നിനക്കെങ്കിലും ഒന്ന് ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? ആ എനക്ക് പറയാനുള്ള തന്നെ അവനും പറയാനുള്ളൂ. ഈ ചെക്കൻ്റെ ഒരു കാര്യം, പെണ്ണ് കിട്ടാടാമേ നീ എല്ലാം പഠിക്കൂലു. ഹലോ ഹലോ മാഷെ, എവിടാണ്? ടീച്ചറെ, ഞാൻ അടുത്തന്നെ ഉണ്ട്. എന്തല്ല? ഓ സുഖം. ഞാൻ വിളിച്ചതേ എന്റെ കല്യാണാണ്. എന്തേ? അല്ല എപ്പോ? ഞാൻ ചുമ്മാ അറിഞ്ഞ. പഠിക്കുമ്പോ കൊന്നാലും പിരിയാത്ത കൂട്ടുകാരായിരിക്കും. പിന്നെ വിളിക്കും ഇതുപോലെ, എന്റെ കല്യാണാണ്, വരണം, പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലേ? നിനക്ക് സുഖല്ലേ? കൊഴപ്പില്ല. ഓ ഞാനിവിടെ പോവാനാ. ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ കണ്ണൂർക്ക് വരുന്നുണ്ട്, ഒരു ഇന്റർവ്യൂ. ആഹാ. വൈകുന്നേരം ആവും അവിടെ എത്താൻ. നൈറ്റ് അവിടെ സ്റ്റേ, മോർണിംഗ് ഇന്റർവ്യൂ. നീ പോര്, നമുക്ക് സ്റ്റേ റെഡി ആക്കാം. അല്ല വീട്ടിൽ നിൽക്കാലോ. പിന്നെ മറ്റേ വീട് കിട്ടോ? ഏത്? പണ്ട് കോളേജിൽ നിന്ന് നമ്മൾ ഗ്യാങ് എല്ലാരും കൂടെ തെയ്യം കാണാൻ വന്നത് ഓർമ്മയില്ലേ? ആ അന്ന് നമ്മൾ ഇന്നൊരു വീടില്ലേ, ആ മുറി, അത് കിട്ടോ? അത് നമുക്ക് സെറ്റ് ചെയ്യാം. നീ വാ. അപ്പെല്ലാം പറഞ്ഞ പോലെ. ഞാൻ വിളിക്കാന്നാ. ഓക്കെ ബൈ. കാവ്യ, അവൾ വരും വസന്തമായി, ഇതൾ തൊടും വിലോലമായി, മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ, കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ, ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ, ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ
ശരിയേട്ടാ. ഓ നിങ്ങൾ പഴയ വീടൊന്ന് 2 ദിവസത്തേക്ക് വരുവാ. ആടെ ഫുള്ള് കച്ചറടാ, ഒന്നും ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആവുന്നില്ല. ആ അതെ. എന്നാടക്ക് ചായ എടുക്കട്ടെ. ഓക്കെ. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു. ദൂരെ ആ വഴി ഈ വഴി വേറെ വേറെ പോകയോ മേലെ മാറിവിൽ ചില്ലയിൽ കൂടാ പോന്നൊരാ പക്ഷികൾ ഓർക്കുവാൻ ഓർമ്മതൻ പീലികൾ തന്നിടാം കാതിലായി മെല്ലയാ തേൻമൊഴിയൊന്നിനി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻനദി വിടരാനുള്ളിലെ വെൺമതി. ഹലോ, റൂം എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പിന്നെ പറയാനുണ്ടോ, പണ്ടത്തേക്ക് ഓർമ്മ വന്ന് നൊസ്റ്റാൾജിയ. ഗുഡ് ഓൾഡ് ഡേയ്സ് അല്ലേ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അത് അമ്മ തറവാട്ട് പോയിട്ടല്ലേ നാളെ വരൂ. അതാ ഞാൻ പിന്നെ ഫുഡ് പുറത്തുനിന്നാക്കി. നീ കഴിച്ചോ? ആ ഞാൻ കഴിച്ചത് കിടക്കാൻ പോവാ. ഞാനും. പിന്നില്ലേ, നാളെ എങ്ങനെയാ? രാവിലെ നീ വിളിച്ചാൽ മതി. ഞാൻ സുധീൻ്റെ ബൈക്ക് വരച്ചുണ്ട്. രാവിലെ ഇൻ്റർവ്യൂവിന് ഞാൻ കൊണ്ടുവിടാം. ആ, നീ ശരിക്കും നാളെ ഫ്രീ അല്ലേ? വർക്ക് വർക്ക് ഫ്രം ഹോം അല്ലേ, ഫോണ് മതി. പിന്നെ ഷൂട്ടും കാര്യമൊക്കെ 1 മാസം കഴിഞ്ഞേ ഉള്ളൂ. ആ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു വർക്കൊക്കെ എന്തായിന്ന്. ഒരെഴുത്തില പകുതിക്ക് സ്റ്റക്കായി കിടക്കുക. എന്തും എഴുതാം, പക്ഷേ ഈ സാഹിത്യമാണ് ബുദ്ധിമുട്ട്. അതൊക്കെ കിട്ടും. പണ്ട് നീ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ സ്കിറ്റിന് സ്ക്രിപ്റ്റ് എഴുതിയതല്ലേ. അതൊക്കെ പണ്ട്. ഇപ്പോൾ വർക്കിൻ്റെ ഇടയിൽ അതൊക്കെ ബുദ്ധിമുട്ടാ. അല്ല നീ എഴുതാറില്ലേ? പണ്ട് മാഗസീനിലൊക്കെ എഴുതിയിട്ടുള്ളതല്ലേ കുറേ. അങ്ങനൊന്നുമില്ല, വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിക്കും. ആഹാ, എന്നാൽ ഞാനൊരു സിറ്റുവേഷൻ തരട്ടെ. ഒരു കാമുകൻ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് കാമുകനോട് ഭയങ്കര ദേഷ്യം. പക്ഷെ അവൻ വിശ്വസിക്കുന്നത് അവൾ അവനെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്ന. ഇതെനിക്കൊന്ന് സാഹിത്യവൽക്കരിക്കണം. എടാ, ഞാൻ മുമ്പൊരു സാധനം എഴുതിയിട്ടുണ്ട്. ഞാനത് നിനക്ക് അയക്കാം, നീ പറ്റുമോ നോക്ക്. നീ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നേ. എന്നാ നീ അതയക്ക്, ഞാൻ വായിക്കാം. പിന്നെ വേറെന്താ? നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങട്ടെ. അയ്യോ, ടയർഡായി കാണൂലേ? സോറി. എന്നാൽ ഞാൻ രാവിലെ വിളിക്കാം, നീ കിടന്നോ. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ബൈ. ആർത്തിരമ്പി പെയ്യുന്ന ഇടവപ്പാതി പോലെയാണ് അവളിപ്പോൾ. കലിയടങ്ങുന്നില്ല. വർഷകാലം കഴിയും. ശിശിരത്തിലെന്ന പോൽ തെറ്റിദ്ധാരണകൾ കൊഴിഞ്ഞു വീഴും. പിന്നീട് അവൾ വീണ്ടും തളിർക്കും. പൂത്തുലയിൽ എനിക്കുറപ്പാണ് അവൾ വരും വസന്തമായി. എന്നാടെ രാവിലെ തന്നെ കോളേജിലൊന്നും പോണ്ടേ എനിക്കിന്ന്? ആ പോണം. അമ്മ ഏട്ടനോട് പറഞ്ഞിട്ട് എനക്കൊരു 1000 രൂപ അയച്ചുതരുവാ. 1000 റുപ്യ എന്തിന്? സെൻഡ് ഓഫ് ആണ്, ഈ ഒരാഴ്ച ക്ലാസ് ഉള്ളൂ. എനക്കറിയില്ല, ഞാൻ അവനോട് ചോദിച്ചു നോക്കാം. ആ അമ്മ പറഞ്ഞ ഏട്ടൻ തരും. ഏടുന്നാന്ന് നോക്കട്ട്. ആ ഓക്കെ, മറക്കല്ലേ. സാമ്പാറാ? നീ പല്ലിച്ചുവാ ഇല്ല. അല്ലേ? നീ കാൽ ചായ എടുത്തു കുടിക്കേ.
ഒന്നും വെള്ളമില്ല. ഇല്ലേ തഞ്ഞു. എടാ ആ സോനു വിളിച്ചിന്. എന്നാ ഓനൊരു 1000 റുപ്യ അയച്ചു കൊടുക്കണം പോലും. ഇതിനി എന്തോ സെൻഡ് ഓഫ് ആന്ന് പോലും. ഈ ഒരാഴ്ച കൂടി ഉള്ളും പോലും ക്ലാസ്. എൻ്റെ അടുത്ത് ആകെ 1000 ഉറുപ്പികയില്ല. ഇനി അത് കൊടുക്കാം. അപ്പൊ ഇന്ന് ഡോക്ടറെ കാണിക്കാനോ? ഡോക്ടറെ അടുത്ത് ഇന്നാലേ പോണ്ടേ? മറന്നു അല്ലേ? അല്ലേലും എന്റെ മോന് ഈ വീട്ടിലെ കാര്യം നോക്കാനൊരു സമയമില്ലല്ലോ. അതല്ലമ്മേ, ഡോക്ടറെ അടുത്ത് പോവാ. നമുക്ക് ചന്ദ്രാട്ടൻ്റെ ഓട്ടോനെ പോരെ. ഓട്ടോനാ? അപ്പൊ നിന്റെ ബൈക്ക് എവിടെ പോയി? 2 ദിവസം വിനിക്ക് വേണമെന്ന് പറഞ്ഞത് കൊടുത്തു. അപ്പൊ നീ ഇനി എങ്ങനെ കളക്ഷൻ പോവാ? അത് കുഴപ്പമില്ല, എന്താ ഞാൻ ചെയ്തോളാം. കുഴപ്പമില്ല. ഇതാ ഞാൻ പറഞ്ഞേ, സ്വന്തം കാര്യം നോക്കാണ്ട് മറ്റുള്ളവരെ കാര്യം നോക്കി നടന്നോ? വീട്ടിലെ കാര്യം പോട്ടെ, നിനക്ക് നിന്റെ കാര്യങ്ങളും മര്യാദക്ക് നോക്കി ഇങ്ങനെ ചെയ്തൂടെ? അമ്മേ, ഇനി എപ്പെങ്കിലും ചോദിക്കുന്നില്ലേ അമ്മേ, അന്നേരം എങ്ങനെ ഇല്ലാന്ന് പറയാ? അപ്പൊ പിന്നെ സോനുവിന്റെ കാര്യമോ? അത് ഇനിയോട് ചോദിക്കാം, അവൻ്റെ അടുത്തുണ്ടോ? അപ്പൊ പിന്നെ ഓട്ടോന് പോവല്ലേ? സോറി അമ്മേ. സാരമില്ല, നീ ചന്ദ്രാട്ടിനെ വിളിക്കും. ഒരു 10 മണിക്ക് വരാൻ പറ. ഹലോ, ചന്ദ്രേട്ടൻ എവിടെയാ? അപ്പൊ ശരി. ഇതാണ് ഇന്റർവ്യൂ. ഞാൻ വരണോ? എന്തിന്? വേണ്ട, ഞാൻ കഴിയുമ്പോ വിളിക്കാം. നീ എവിടെ ഉണ്ടാവും? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കഴിഞ്ഞിട്ട് വിളിക്കേ. അമ്മേനെ കണ്ടിട്ട് പോയാ മതി, ഇല്ല അമ്മേനെ കൊല്ലും. ആ, അമ്മേനെ എന്തായാലും കാണണം, സംസാരിക്കണം. എടാ പിന്നെ അല്ലേ വേണ്ട, പിന്നെ പറയാം. ഞാൻ അമ്മയുടെ സ്പെഷ്യൽ കണ്ണൂരപ്പം പ്രതീക്ഷിച്ചു. അയ്യോ മോളെ, അമ്മ തറവാട്ട് പോയിട്ട് ഇപ്പൊ എത്തിനത്ര. ഇതന്നെ വരുന്ന വയ്ക്ക് വാങ്ങി തന്നെ. അടുത്ത പ്രാവശ്യം മോള് വരുമ്പോ ഉറപ്പായിട്ട് അമ്മ കണ്ണൂരപ്പം ഉണ്ടാക്കി തരും കേട്ടാ. ഓക്കെ, ഞാനിപ്പം വരുന്നേ. ഇത് കുടിച്ചിട്ട് പോടാ. അർജന്റാന്ന്. അല്ല, ഇതിന് നേരവും കാലൊന്നുമില്ലേ? ഇവൻ അങ്ങനെയാന്ന്, മുട്ടി അന്നേരം പോണം. മോളെ, മോളിതൊന്ന് നോക്കിയേ. അമ്മ വിനിക്ക് വേണ്ടി കണ്ടുവച്ച കുട്ടികളാണ്. ആ കൊള്ളാം അല്ലേ? നല്ല കുട്ടികളല്ലേ? ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല മോളെ. ഓന്റെ മനസ്സിൽ സിനിമ മാത്രമേ ഇല്ലൂ. മോളൊന്ന് പറഞ്ഞു നോക്കുക. നീ ഇത്ര വേഗം വന്നാ? ഇത്രയും സമയം പോയിനാ പോയിന്. എടാ, നീ ഇതിന്നൊരു നല്ല കുട്ടീനെ സെലക്ട് ചെയ്തേ. അമ്മേനെ നോക്കി പേടിപ്പിക്കണ്ട, ഞാനാ പറഞ്ഞേ. സിനിമാക്കാരനിങ് വാ, ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യും. ഡാ നോക്ക്. തനിയെ ഉരുകും മനമേ പാടൂ പറയാ കഥയോ കനവോ ഇവളോ മോളെ, മോളെ, നീ നേരത്തെ എത്തിയോ? എന്തായി പോയിട്ട്? മോളെ, നടക്കില്ല അല്ലേ? കനവോ മോളെ, അമ്മ പറഞ്ഞതല്ലേ മോളെ, അവന് നിന്നോട് ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് ഒന്നുമില്ലാന്ന്. പിന്നെ ഈ യാത്ര അതൊരു ലാസ്റ്റ് ഓപ്ഷനായിരുന്നു. അതുകൊണ്ടാ അമ്മ പറഞ്ഞ നീ അവനെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കണമെന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ? അവന് വീട്ടിൽ കല്യാണം നോക്കണ്ടമ്മേ, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ആ,
നീ ഏട്ടനെ കണ്ടോ? ഏട്ടാ ഞാനിവിടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഓക്കെ. എന്തായി മോളെ കാര്യങ്ങള്? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇനി അവൻ്റെ വീട്ടിലൊന്ന് പോയി നോക്കണം, എന്നിട്ടാണ് സംസാരിക്കാൻ. ഓ, ഞാൻ അവിടെയുള്ള കാര്യം അവനറിയോ? ഇല്ല. ഇല്ല. അപ്പൊ ഞാനാണോ നിന്റെ ഇന്റർവ്യൂവർ? പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചില്ല. അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ അമ്മാവന്മാര് കൊണ്ടുവന്ന ആലോചനയായിട്ട് അമ്മ മുന്നോട്ട് പോവുക. എൻ്റെ മോളെ ഇതിലൊന്നും പറയരുത് കേട്ടോ. ഇതുവരെ എതിർക്കാൻ എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു, ഇനി അതില്ല. ആ, ഏതായാലും നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ശൈലേച്ചി, ഓ, എനിക്കൊരു 500 റുപ്യ കടം തരുവാ, ഒരു അത്യാവശ്യമായോണ്ടാ. 500 ഉറുപ്പ്യ കുറിക്ക് വെച്ച പൈസേനും വിമലെ. സാരമില്ല, ഇത് വെച്ചോ. പിന്നെ കടായിട്ടൊന്നും കൂട്ടണ്ട കേട്ടാ. ബ്രോക്കർ ഫീസായിട്ട് ഞാനിതുവരെ ഒന്നും തന്നിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, അതൊന്നും വേണ്ട. അത് നമുക്ക് വിനിക്ക് പെണ്ണെല്ലാം ശരിയായിട്ട് നോക്കാം. അതൊന്നും ശരിയാവും തോന്നില്ല വിമലെ. വിനി ഇപ്പൊ അമ്പിനും വില്ലിനും അടുക്കുന്നു. ശൈലേച്ചി, നിനക്ക് വിനോദിനെ ഓർമ്മയുണ്ടാ? എൻ്റെ അനിയനാ. ആ ഉണ്ട്. ഓന് പേടിയാന്ന്. വിവരൊന്നുമില്ലേ? ഇല്ല, ഓന് പണ്ടൊരു പ്രേമം ഉണ്ടായിന്, ഒരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട്. വീട്ടിലാകെ പ്രശ്നമായിരുന്നു, അച്ഛനും അമ്മയും. എന്തിനീ ഈ പറയുന്ന ഞാൻ പോലും ഓൻ പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം എന്തായി? നമ്മൾ ഈ വീടെല്ലാം ഉപേക്ഷിച്ച് ഓൻ ഓളയും കൂട്ടി എങ്ങോട്ടോ പോയി. ഈ പേടിയാന്ന് എന്താണെന്ന് ഒന്നും അറിയില്ല. ഇടയ്ക്ക് എനിക്ക് തോന്നലുണ്ട് ഓൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലേന്ന്. ശൈലേച്ചി വിന്നോടൊന്ന് സമാധാനമായിട്ട് സംസാരിക്കും. ഓൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും. ഇപ്പം ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നീടത് പ്രയാസമാവും. ഞാൻ പോട്ടെ. എന്തിനാന്നറാ ക്ലബിലേക്കൊന്നും പണ്ട് എടുത്ത് തന്നെ ഇരുന്നിനി? ഒന്നുമില്ല. മോനെ, മോൻ എന്തെങ്കിലും അമ്മയോട് പറയാനുണ്ടാ? തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ നീ രാത്രിയിലാരെ തേടുന്നു? ശ്രീമംഗലയായി വനമല്ലികയായി പൂമാലക്കാവിൽ നീ ഇന്നെന്തിനു വന്നു? കനലാടിയിറങ്ങി മുടിയേന്തിയ തെയ്യം തോറ്റം പാട്ടിടറും നിന്നിട നെഞ്ചിൽ ഞാനില്ലേ? കനലാടിയിറങ്ങി മുടിയേന്തിയ തെയ്യം തോറ്റം പാട്ടിടറും നിന്നിട നെഞ്ചിൽ ഞാനില്ലേ? ഇനി നിനക്ക് എന്നോട് എന്തിനു പറയാനുണ്ടോ? എന്ത്? ഒന്നുമില്ല. തോന്നിയതാവും. തോന്നിയതോ? ചിലപ്പോ തോന്നിയതായിരിക്കും. എനിക്ക് കാവ്യനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മേ. പക്ഷെ അത് എനിക്ക് അമ്മേനോട് പോലും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ ഓളോട്? മോന് കാവ്യേനെ ഇഷ്ടാന്നാ? അല്ല, മോൾ ഇന്നലെ പോയതിന് ശേഷം മോന്റെ മുഖം തെളിഞ്ഞിട്ടേ ഇല്ല. കാവ്യമോള് നല്ല കുട്ടിയല്ലേ? അമ്മക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, സന്തോഷേ ഇല്ല. അമ്മേ, ഓളെൻ്റെ ചങ്ങായി അല്ലേ? ഞാൻ ഓളോട് ഇഷ്ടാന്ന് പറഞ്ഞാ ഓളെങ്ങനെ അതെടുക്ക? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ഇഷ്ടാന്ന് പറയണ്ട. പിന്നെ മോളെ ഫോൺ.
ഹലോ കാവ്യ, നമുക്ക് കല്യാണം കഴിച്ചാലോ? ഹലോ 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 കാവ്യ, കേൾക്കുന്നില്ലേ? മോളെ ഹലോ ഹലോ. വിനി, ഞാൻ ഫ്രാൻസിസ് ആണേ. എടാ പാഞ്ചി, നീ ജീവനോടെ ഉണ്ടാ? എടാ ഞാൻ വിളിച്ചത് എന്റെ കല്യാണാണ്. കല്യാണായാ? അടുത്ത മാസം 5-ന്. നീ എന്തായാലും വാ. എടാ 5-ന് ഒരു ഷൂട്ടും പരിപാടി. ഒന്നും പറയണ്ട, നീ എന്തായാലും വന്നേ പറ്റൂ. ഓക്കെ? എടാ ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. പിന്നെ ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാം. ഓക്കെ? ഓ ആയിക്കോട്ടെ, നീ എന്നാ വിളിക്കാം. ശരി.